ഈ മുനമ്പം സമരത്തിൻ്റെ പേരിൽ പാലക്കാട്ടെ ക്രിസ്ത്യാനികളെല്ലാം എൻ ബ്ലോക്കായി BJPക്ക് വോട്ട് ചെയ്യുന്നുവെന്നും 25,000 വോട്ടിന് അവിടെ ജയിക്കുന്നു എന്നുമൊക്കെയുള്ള പ്രസ്താവനകളെയൊക്കെ അവിടുത്തെ ക്രൈസ്തവ മതവിശ്വാസികളായ ജനാധിപത്യ വിശ്വാസികൾ തന്നെ പൊളിച്ചടുക്കി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ഇലക്ഷൻ്റെ വിലയിരുത്തൽ കാണുമ്പോൾ മനസ്സിലാകേണ്ടത്. കാരണം ഇലക്ഷൻ്റെ അന്നൊക്കെ കാസയുടെ പ്രൊഫൈലിലൂടെയും മറ്റുള്ള സ്ഥലങ്ങളിലൂടെയും വളരെ വിദ്വേഷജനകമായ ചില വാർത്തകൾ അത് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും പ്രചരിപ്പിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി. ആ വാർത്ത ഇറക്കിയ ആളുകൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു ക്രൈസ്തവ സമുദായത്തിൻ്റെ പ്രതിനിധിയാണ് എന്നൊക്കെ തോന്നുന്നെങ്കിലും അത് BJPയുമായി ബന്ധപ്പെട്ട ആ മോർച്ചയുടെ ഒരു പ്രവർത്തകനോ അത്തരം ആളോ മറ്റോ വളരെ ആസൂത്രിതമായി, ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം തൃശ്ശൂരിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, ഒറിജിനൽ പാലക്കാടുകാരനാണ്. തൃശ്ശൂരിലും ഇതുപോലെയൊക്കെയുള്ള ചില കണ്ടൻറ്റ് ക്രിയേഷനൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ഇലക്ഷന് വളരെ മുമ്പേ സമാനമായ ഒരു കണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടി അങ്ങോട്ടേക്ക് മാറ്റിയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ വീഡിയോ ഇപ്പൊ കാണാനൊരു രസമുണ്ട്. നമ്മൾക്ക് BJPക്ക് വോട്ട് ചെയ്യണം. BJPക്ക് വോട്ട് ചെയ്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ, അതിൽ ഇനി ഒരു സംശയവും വേണ്ട. ഞങ്ങൾ ക്രൈസ്തവർ മൊത്തം അങ്ങനെയാ. അപ്പൊ ഈ കോൺഗ്രസിനും UDFിനും എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്ന പരിഗണന? ഇപ്പോൾ കോൺഗ്രസിനും UDFിനും ക്രിസ്ത്യാനിറ്റി ഒരു സമയത്ത് ഒരുപാട് പരിഗണന കൊടുത്തു. പാരമ്പര്യ കോൺഗ്രസ്സുകാര്, പാരമ്പര്യ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരുപാട് പരിഗണന കൊടുത്തു. പക്ഷെ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കുന്നില്ല. അവർക്ക് ഇപ്പൊ ഒരു മതത്തിനും മതി. നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പൊ വോട്ട് ചെയ്ത് വരുന്ന വഴിയാണോ? എവിടെ? അത് ശരി. ചേട്ടാ പേരെന്തായിരുന്നു? എന്റെ പേര് ഷിൻസൻ. ഇവിടെ എങ്ങനെയുണ്ട് സാധ്യത? എങ്ങനെയാണ് ഇവിടെ സാധ്യത BJPക്ക് തന്നെയാ. അതായത് ഞങ്ങളൊരു മറ്റേ ക്രൈസ്തവ സമൂഹമാണല്ലോ. ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോഴത്തെ അറിയാലോ, മുനമ്പം പ്രശ്നം അത് വേൾഡ് മൊത്തം അല്ല, ഇന്ത്യയിൽ മൊത്തമുള്ള പ്രശ്നമാണ്. പക്ഷെ മുനമ്പം പ്രശ്നം തന്നെ ഞങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളൊക്കെ പോകണല്ലോ. സഹോദരന്മാരെ ക്രൈസ്തവർ മാത്രമല്ല, ഹിന്ദുക്കളുടെയും പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണല്ലോ. നമ്മളെല്ലാവരും സഹോദരൻ, എല്ലാവരും പൈസ മേടിച്ച് ജീവിതമാണല്ലോ, ജീവിത പ്രശ്നമാണല്ലോ. ഇതായിരുന്നു ആ വീഡിയോ. നിങ്ങളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏതായാലും ഇതൊക്കെ പ്രചരിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവിടെ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് 7,000 8,000 മറ്റോ വോട്ടുണ്ട്. അതെല്ലാം കൂടി ഒറ്റടിക്ക് അങ്ങോട്ടേക്ക് മാറ്റി ചെയ്യുമ്പോൾ 15,000 25,000 വോട്ടിന് ജയിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവിടുത്തെ ഒടുവിലത്തെ ഇലക്ഷൻ ഫലം വിലയിരുത്തുമ്പോൾ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഖലയിലും രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു വോട്ട് കൂടുതൽ. എന്നുവെച്ചാൽ അവർ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യമോ പശ്ചാത്തലമോ ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് പാലക്കാട് ഫലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലതും ഈ പറഞ്ഞതുപോലെ ചില ആളുകളെയൊക്കെ മുന്നിലിരുത്തി വിദ്വേഷം പറയിച്ചും പ്രചരിപ്പിച്ചും പിടിച്ചെടുക്കുന്നത് പോലെയുമൊക്കെ തോന്നിപ്പിക്കുന്നതിനപ്പുറത്ത് തൃശ്ശൂർ പാലക്കാട് ആവർത്തിച്ച് കളയും എന്ന് പറയുന്ന ചിന്ത യഥാർത്ഥത്തിൽ അതൊരു കൃത്രിമ സംഗതിയായിരുന്നു എന്നതാണ് വാസ്തവം. അത് അങ്ങനെ അല്ല എന്നുള്ളത് പാലക്കാട്ടെ ജനങ്ങൾ കാണിച്ചു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഏതായാലും പാലക്കാട്ടെ ഈ പറയുന്ന മുനമ്പം പരീക്ഷണവും ഈ വോട്ട് ക്യാമറ വീഡിയോ പിടുത്തവും അമ്പേ പരാജയപ്പെട്ടു മണ്ണടിഞ്ഞു.